ഇൻഫിനിക്സിന്റെ ഫോൺ എന്ന് പറയുമ്പോൾ ഇൻഫിനിക്സോ എന്ന് ചോദിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഫോണുമായിട്ട് കളർ മാച്ച് ആവുന്ന ഒരു നല്ല ക്വാളിറ്റി കേസ് ബോക്സിനകത്ത്, കൂടെ 45 വാട്ടിന്റെ ചാർജറും കേബിളും സിം ടൂണും ഡോക്യുമെന്റ്സും കുറച്ച് സ്റ്റിക്കേഴ്സും. സോ എന്താണ് ഈ സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത? 15,000 രൂപയ്ക്ക് 144 ഹെർട്സിന്റെ ഫുൾ HD+ ആയിട്ടുള്ള ഒരു 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ. അത്യാവശ്യം വലിപ്പമുണ്ട്, 6.78 ഇഞ്ചിന്റെയോ ആണ്. ആൻഡ് 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വൈസ് വിസിബിലിറ്റിക്കൊന്നും യാതൊരു കുഴപ്പമില്ല. നല്ല ക്രിസ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, കളേഴ്സും നല്ല പോപ്പിയാണ്. സോ മൊത്തത്തിൽ കാണാനായിട്ട് ഒരു പ്രീമിയം ഡിസ്പ്ലേ എന്ന് തോന്നിക്കുന്നുണ്ട്. ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. നോർമലി സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ചാണ് വരാറ്, ഇതിനകത്ത് അത് കണ്ടില്ല. എന്നാലും ഈ ഫോണിന്റെ സൈസ് കണ്ടു, ജസ്റ്റ് 7.6 മില്ലിമീറ്റർ മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഈ 3D കർവ്ഡ് ഡിസ്പ്ലേ വരുന്ന സ്ലിമ്മസ്റ്റ് ഫോൺ ഇതായിരിക്കും. ആൻഡ് ഇതിന്റെ ഡിസൈൻ കണ്ടു, ഈ ബാക്ക് സൈഡ് ഒരു മെറ്റാലിക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ കട്ടൗട്ടൊക്കെ ഒരു പ്രത്യേക ഒരു ഡയമണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രത്യേക ഷേപ്പിലാണ് ക്യാമറ കട്ടൗട്ട് കൊടുത്തിരിക്കുന്നത്. ക്യാമറകളുടെ അടിയിലായിട്ട് നിങ്ങൾക്ക് ഈ ആക്റ്റീവ് ഹാലോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, കോള് വരുമ്പോൾ, അങ്ങനെ പല കാര്യങ്ങൾക്കും ഇത് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇനി മുകളിലായിട്ട് നിങ്ങൾക്ക് ക്യാമറാസ് കാണാം. ഇതിലുള്ള പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് സോണിയുടെ IMX682 എന്ന് പറഞ്ഞ സെൻസറാണ് വരുന്നത്. ആൻഡ് ഇതിൽ എടുത്തിരിക്കുന്ന ഫോട്ടോ സാമ്പിൾസ് കാണിച്ചു തരാം. അത്യാവശ്യം 15,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് റേഞ്ചിൽ നല്ല ഫോട്ടോസ് തന്നെയാണ് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഭയങ്കര പഞ്ച് ആൻഡ് വിവിഡ് ആയിട്ടുള്ള ഫോട്ടോസ് അല്ല എങ്കിലും ഒരു ന്യൂട്രൽ ടോൺ ആണ് ഇത് പിടിച്ചിരിക്കുന്നത്. ഫോട്ടോസിൽ മാത്രമല്ലാതെ ഇത്തരത്തിലുള്ള 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഇതിനകത്ത് വീഡിയോസും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1080p 60 FPS എടുക്കാം. ഇനി 4K 30 FPS ബാക്ക് ക്യാമറയിൽ മാത്രമല്ല ഫ്രണ്ട് ക്യാമറയിലും ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 13 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സെൽഫി ഫോട്ടോസ് ആണ് നമ്മൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. ആൻഡ് 4K 30 FPS വീഡിയോ സാമ്പിളും നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഡിവൈസിന്റെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. IP റേറ്റിംഗ് ഉണ്ട്, IP64 റേറ്റഡ് ആണ്. ഡിസ്പ്ലേയിൽ താഴെയായിട്ട് നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം താഴെയാണ്, കുറച്ചുകൂടെ മുകളിലായിരുന്നെങ്കിൽ കൺവീനിയന്റ് ആയതിനെ, കാരണം സൈസ് കൂടുതലുള്ള ഫോണാണ്. എന്നാലും കയ്യിലൊക്കെ വെള്ളം ഉണ്ടെങ്കിലും ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. വെറ്റ് ടച്ച് ഡിസ്പ്ലേ ആണ്. AnTuTu സ്കോർ നോക്കിയാൽ ഏകദേശം 6.5 lakhs to 7 lakhs അടുത്താണ് വരുന്നത്. മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 7300 അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ 4 നാനോമീറ്റർ ചിപ്സെറ്റ്. ഇതിൽ എന്നെ ഞെട്ടിച്ച ഒരു കാര്യമുണ്ട്. 128GB 256GB UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നതെങ്കിലും ഇതിനകത്ത് 8GB LPDDR5X RAM ആണ്. കാരണം പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ മാത്രമേ LPDDR5X റാമുകൾ നമ്മൾ കാണാറുള്ളൂ. അതൊരു ബിലോ 15,000 rupees ഫോണിൽ വരിക എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യം. ആൻഡ് ഇതുകൊണ്ടൊരു ഗുണം എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഫ്രീ ഫയർ മാക്സ് ഒക്കെ കളിക്കുന്ന ആളാണെങ്കിൽ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് 90 FPS സപ്പോർട്ട് ഈ ഒരു ഡിവൈസിൽ കിട്ടുന്നുണ്ട്. ഗെയിമിംഗ് ഓറിയന്റഡ് ഡിവൈസ് അല്ല എങ്കിലും 90 FPS ഗെയിം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. എന്നാലും ഫോണിന്റെ തിക്നെസ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആശങ്കയുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി. 5500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഫുൾ ഡേ തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഓട്ടോയിൽ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് 1 day കിട്ടും. അല്ല 144 ഹെർട്സിലാണ് നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ കുറച്ച് കുറവായിരിക്കും കിട്ടുന്നത്. ബട്ട് ഓവറോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല നിങ്ങൾക്ക് 45 വാട്ടിന്റെ ചാർജർ ബോക്സിനകത്തുണ്ട്. ആ ചാർജർ ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് കിട്ടുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ട ചാർജിങ് രീതി ചൂസ് ചെയ്യാം. ഫാസ്റ്റ് ചാർജിങ് വേണോ, സ്ലോ ചാർജിങ് വേണോ, ഈവൻ ബൈപ്പാസ് ചാർജിങ് വേണമെങ്കിൽ ചെയ്യാം. ഡിവൈസിനകത്ത് Android 15 ബേസ് ആയിട്ടുള്ള XOS 15 ആണ് വരുന്നത്. ആൻഡ് യെസ്, XOS 15 നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഈവൻ ഇതിൻ്റെ ആനിമേഷൻസ്, ഐക്കൺസ് മാറിയിട്ടുണ്ട്. മൊത്തത്തിൽ ഓവറോൾ ഒരു എന്താ പറയുക ഒരു മോടി പിടിപ്പിക്കൽ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഈവൻ ഈ സംഭവങ്ങളിലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഇവിടെ എൻ്റെ ഫോട്ടോ ഉണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് വലിയൊരു വാൾപേപ്പറായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ അത് എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് മാറും. പല കസ്റ്റമൈസേഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഡൈനാമിക് ഐലൻഡ് അഥവാ ഡൈനാമിക് ബാർ ഇതിനകത്തുണ്ട്. ആൻഡ് വെൽ AI ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. ഇൻഫിനിക്സ് AI ക്യാമറ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് AIGC പോർട്രേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു അവതാർസ് ക്യാമറയിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. ഇനി വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് AI യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാം. നോട്ട്സിനകത്ത് നിങ്ങൾക്ക് AI കിട്ടുന്നുണ്ട്. ഇവരുടെ സ്വന്തമായിട്ടുള്ള 4 lakhs എന്ന് പറഞ്ഞൊരു AI അസിസ്റ്റന്റ് ഉണ്ട്. ഫോട്ടോസ് ആപ്പിനകത്ത് നിങ്ങൾക്ക് ഇറേസ് ചെയ്ത് കളയാൻ പറ്റുന്ന AI ഇറേസർ, എന്തെങ്കിലും റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനുള്ള റൈറ്റിംഗ് അസിസ്റ്റന്റ്, കോൾ അസിസ്റ്റന്റ്, അങ്ങനെ ഈ കാണുന്ന ലിസ്റ്റിലുള്ള കുറേയധികം AI ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. മാത്രമല്ല താഴെ നിങ്ങൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്കിൾ സെർച്ചിന്റെ ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിന്റെ ജെമിനി അസിസ്റ്റന്റും അവൈലബിൾ ആണ്. ഫിംഗർ പ്രിന്റ് സ്കാനറും ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഫേസ് റെക്കഗ്നിഷൻ വെച്ച് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇതിനകത്ത് IR ബ്ലാസ്റ്റർ ഉണ്ട്. അത് ബാക്കിലെ ക്യാമറയുടെ സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് സൗണ്ട് ബൈ JBL എന്ന് കാണാം. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ആൻഡ് അത്യാവശ്യം ലൗഡ് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഓഡിയോ ആണ്. ഓഡിയോ സാമ്പിൾ നിങ്ങൾ കേട്ട് നോക്കൂ.
സോ ഒരു 15,000 രൂപയ്ക്ക് താഴെ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് കൊത്തി നിറച്ച് ഇറക്കിയിരിക്കുന്ന ഒരു ഫോണായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ പ്രൈസ് പോയിന്റിൽ നല്ലൊരു വാല്യൂ ഫോർ മണി ഡിവൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെയുണ്ട്, ഇത് മേടിക്കാമോ, ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. സോ യെസ്, ഇത് നല്ലൊരു സ്മാർട്ട് ഫോണാണ് ആ ഒരു പ്രൈസിന്. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുറസിൻ്റെ ബെല്ലെ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.